കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. താച്ചിയിൽമുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, എപ്പോഴായിരുന്നു സംഭവം? ആരാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ടോ? അഖില, പുലർച്ചെ 2:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സന്തോഷിന്റെ വീട്ടിൽ ഒരു സംഘം കാറിലെത്തുകയും വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്തു. ഇതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതിനുശേഷം ഇവർ ഈ കാറിൽ ഇവിടെ നിന്നും സംഘം പുറത്തേക്ക് കടക്കുകയും ചെയ്തു. ഈ കൊല്ലപ്പെട്ട സന്തോഷ് 2024 ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. ചില ഗുണ്ടാ സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ വന്ന് കൊല നടത്തിയിട്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞ സംഘത്തെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിനില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ പോലീസ് സന്നാഹം തന്നെ അവരുടെ വീടിൻ്റെ മുൻവശത്തുണ്ട്. ഈ ഇടവഴിയിലൂടെ കടന്നു പോയിട്ടാണ് ഈ സംഘം കൊലപാതകം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയ ശേഷം മൃതദേഹം ഇവിടെ നിന്ന് പുലർച്ചയോടുകൂടി തന്നെ പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും വഴിയരികിലുള്ള CCTV ദൃശ്യങ്ങളടക്കം എല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതാണ് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സന്തോഷിൻ്റെ വീട്. ഈ വീട്ടിലേക്ക് കടന്നു വന്നാണ് ഇത്തരത്തിൽ ഈ ഒരു കൃത്യം ഈ സംഘം നടത്തിയത്. ഇതിനുശേഷം ഇവർ ഓച്ചിറ ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോയിട്ടുള്ളതായിട്ടാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ തന്നെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരാണ് ഈ കൃത്യത്തിന് പിന്നിൽ എന്നുള്ളത് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇതിനു മുന്നേയും ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതായി ബന്ധപ്പെട്ട് ഒരു കേസ് കരുനാഗപ്പള്ളി പോലീസിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ കേസിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും അക്രമ സംഘം പുറത്തുനിന്ന് വന്നവരാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഖില, കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളായിരുന്നു ഷമീർ അബ്ദുൾ നൽകിയത്.